ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ ഞാനിത് പറയാൻ തന്നെ കാരണം ഇവിടെ ഏറ്റവും വലിയ കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് വന്ന ഒരു സാധനം ലക്ഷ്മിയുടെ മകനെ അകത്ത് കയറ്റാൻ പറ്റിയില്ല. ലക്ഷ്മി കണ്ടു മോനെ, മോനെ കണ്ടു. അപ്പോൾ ലക്ഷ്മി എന്ന് പറയുന്ന മത്സരാർത്ഥിയെ ഞാൻ പ്രത്യേകിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒറ്റ പരാമർശം കൊണ്ട് കേരളം മൊത്തം ചർച്ച ചെയ്ത ഒരു പേരാണ് ഈ ബിഗ് ബോസിൽ നമ്മുടെ ലക്ഷ്മി എന്ന് പറയുന്നത്. കാരണം ലെസ്ബിയൻ കഥാപാത്രങ്ങളായ നമ്മുടെ ആദില, നൂറ എന്ന് പറയുന്ന മത്സരാർത്ഥികളെ സ്വന്തം വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ ഒറ്റ പരാമർശം കൊണ്ട് ഹിറ്റായ ഒരാൾ തന്നെയാണ് ലക്ഷ്മി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ലക്ഷ്മി ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താണ്, എവിക്റ്റഡ് ആയിരിക്കുകയാണ്. എന്നാൽ 2 ആഴ്ച മുന്നേ നടന്ന ഫാമിലി എപ്പിസോഡിൽ അവർക്ക് സ്വന്തം മകനെ ബിഗ് ബോസിനകത്തേക്ക് കയറ്റാത്തതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളായിരുന്നു സമൂഹ മാധ്യമങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്തത്. അതിനെതിരെ നമ്മുടെ ലക്ഷ്മിയുടെ ഭർത്താവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കസിൻ ബ്രദറും എല്ലാം തന്നെ വിമർശനങ്ങളുമായിട്ട് ലൈവ് വീഡിയോവുമായി കളം നിറഞ്ഞ് കളിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ആ സമയത്ത് ഭർത്താവ് പറഞ്ഞിരുന്നു, എനിക്ക് കുട്ടിയെ കാണിക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രശ്നവുമില്ല എന്നും ഞാനും എൻ്റെ ഭാര്യയുമായി യാതൊരുവിധ വിവാഹമോചന അലിഗേഷൻസും ഇപ്പോൾ എവിടെയും നടക്കുന്നില്ല എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ലക്ഷ്മിക്ക് ഒരു നല്ല ഒരു ഫുട്ടേജ് കിട്ടുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കരുതിക്കൂട്ടി ഏഷ്യാനെറ്റും അതിൻ്റെ അണിയറ പ്രവർത്തകരും കുട്ടിയെ ബിഗ് ബോസിനകത്തേക്ക് കയറ്റുന്നത് തടഞ്ഞു എന്ന രീതിയിലാണ് കസിൻ ബ്രദറും എല്ലാ മാധ്യമങ്ങൾക്ക് മുമ്പാകെ വന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞത്. ആ സമയത്ത് നമ്മളും ലക്ഷ്മിയെയും അതുപോലെ തന്നെ കുടുംബത്തെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്തിരുന്നു. കാരണം ഏതൊരു അമ്മയ്ക്കും സ്വന്തം കുട്ടിയെ കാണാനുള്ള അവകാശമുണ്ട്. അത് തടഞ്ഞതിനെതിരെ നമ്മളെല്ലാവരും വീഡിയോ ചെയ്തതാണ്. അതുപോലെ തന്നെ സ്വന്തം ഭർത്താവ് എന്ന രീതിയിൽ ലക്ഷ്മിയുടെ ഭർത്താവ് വന്ന് ലൈവിൽ പറയുന്നത് നമ്മൾ കണ്ടു. എനിക്ക് യാതൊരുവിധ എതിർപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നും തൻ്റെ 100% സമ്മതത്തോടു കൂടി തന്നെയാണ് തൻ്റെ കുട്ടി ബിഗ് ബോസിനകത്ത് എത്തിയത് എന്നും അവനെ കാണിക്കുക തന്നെ വേണമെന്നും അല്ലാത്ത രീതിയിലുള്ള പരാമർശങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന രീതിയിലുള്ള പരാമർശങ്ങളായിരുന്നു പുറത്തു വന്നത്. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് നമുക്ക് ആർക്കും ഇതുവരെ അറിയില്ല. എന്നാൽ ബിഗ് ബോസിനകത്ത് പുറത്തു വന്നതിന് ശേഷം ആദ്യമായിട്ട് ഏഷ്യാനെറ്റിന് കൊടുത്ത ഇന്റർവ്യൂവിൽ നമ്മുടെ ലക്ഷ്മി ആ കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. ശരിക്കും എന്താണ് സംഭവിച്ചത്, അവരുമായിട്ട് ഡിവോഴ്സ് ആണോ അല്ലേ എന്ന് രശ്മി പറയും. നമുക്കത് കേൾക്കാം. ഡിവോഴ്സ് ആയോ? ആയിട്ടില്ല. ഓക്കെ. ലീഗലി ഡിവോഴ്സിന്റെ പ്രൊസീജിയേഴ്സ് നടക്കുവാണ്. ഓക്കെ. എന്തോ വനിതാ കമ്മീഷന്റെ അടുത്ത് കേസ് പോയി, അങ്ങനെയൊക്കെ നമ്മൾ പുറത്ത് കേൾക്കുന്നുണ്ട് പല സംഭവങ്ങൾ. സോ അതിലെന്തെങ്കിലും ഫാക്ട് ഉണ്ടോ? ഉണ്ട്. പ്രൊട്ടക്ഷൻ ഓർഡർ എടുത്തിട്ട് തന്നെയാണ് ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ ലക്ഷ്മി പറഞ്ഞ നിങ്ങൾ കേട്ട് കാണും. അതെ, അവർ തമ്മിൽ വിവാഹമോചന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നും കോടതിയിൽ കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നെല്ലാം ലക്ഷ്മി പറയുകയാണ്. എന്നാൽ ഇതിന് നേരെ വിപരീതമാണ് ആ സമയത്ത് സ്വന്തം ഭർത്താവ് ലൈവിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്നുള്ളതാണ്. എന്താണ് അദ്ദേഹം അപ്പോൾ പറഞ്ഞത്? നമുക്കതുകൂടി കാണാം. ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ യാതൊരു തരത്തിലുള്ള ഡിവോഴ്സ് പെറ്റീഷനും ഒന്നും ഫയൽ ചെയ്യപ്പെട്ടിട്ടുമില്ല. എൻ്റെ കുട്ടി അവിടെ എത്തിയത് എൻ്റെ പൂർണ്ണമായ ബോധ്യത്തോടെയും എൻ്റെ അറിവോടെയും കൂടി തന്നെയാണ്. അതുകൊണ്ട് എനിക്കതിനകത്ത് യാതൊരു എതിർപ്പും ഉള്ളതല്ല. വളരെ ബേസ്ലെസ് ആയിട്ടുള്ള അലിഗേഷൻസും റൂമേഴ്സും ആണ് അവിടെ വന്നിട്ട്. അപ്പോൾ അദ്ദേഹം നേർ വിപരീതമായ ഒരു കാര്യമാണ് ലൈവിൽ അന്ന് വന്ന് പറഞ്ഞത് എന്നുള്ളതാണ്. ഞങ്ങൾ തമ്മിൽ വിവാഹമോചന കേസുകൾ എവിടെയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ഭർത്താവ് അന്ന് ലൈവിൽ വന്ന് പറഞ്ഞത്. അപ്പോൾ കേരളത്തിലെ മുഴുവൻ ബിഗ് ബോസ് പ്രേക്ഷകരെയും പറ്റിക്കുന്ന ഒരു നിലപാടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അന്ന് ഉണ്ടായത് എന്ന് ഇപ്പോൾ നമുക്ക് 100% വ്യക്തമായിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർ, 100 കണക്കിന് ആൾക്കാർ നമ്മുടെ ഈ ലക്ഷ്മിയെയും അതുപോലെ തന്നെ ഈ കുട്ടിയെയും കാണിക്കാത്തതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ സമൂഹ മാധ്യമങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഭർത്താവിൻ്റെ ഭാഗത്താണ് ശരി എന്ന രീതിയിൽ തന്നെയായിരുന്നു നമ്മളും വീഡിയോ ചെയ്തിരുന്നത്. എന്നാൽ അതെല്ലാം നമ്മളെ ഒരു ഊമ്പിക്കുന്ന പരിപാടിയായിപ്പോയി എന്ന നിലക്ക് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയെടുക്കുന്നത്. കാരണം അവർ തമ്മിൽ ഇപ്പോൾ ഡിവോഴ്സ് പെറ്റീഷൻ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് ലക്ഷ്മി പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ അന്ന് കുട്ടിയെ ലക്ഷ്മിയെ കാണിച്ചോ ഇല്ലയോ, എന്തിനാണ് ബ്രദറിനെ പുറത്താക്കിയത് എന്ന കാര്യങ്ങളെക്കുറിച്ച് ആ ഏഷ്യാനെറ്റ് അവതാരിക വളരെ വ്യക്തമായിട്ട് ലക്ഷ്മിക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. നമുക്ക് അതുകൂടി കേൾക്കാം. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ ഞാനിത് പറയാൻ തന്നെ കാരണം ഇവിടെ ഏറ്റവും വലിയ കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് വന്ന ഒരു സാധനം ലക്ഷ്മിയുടെ മകനെ അകത്ത് കയറ്റാൻ പറ്റിയില്ല. ലക്ഷ്മി കണ്ടു മോനെ, ലക്ഷ്മി കൺഫെഷൻ റൂമിൽ മോനെ കണ്ടു. അപ്പൊ നമുക്ക് അകത്തേക്ക് സ്വാഭാവികമായി ഒരു ഡിവോഴ്സ് കേസ് നടക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്ട് തന്നെയുള്ള, കാരണം ലക്ഷ്മി ഓഡിഷന് വന്നപ്പോൾ തന്നെ നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ലക്ഷ്മിയുടെ ഹസ്ബൻഡിന്റെ കൺസെന്റ് വേണം, ലക്ഷ്മിയുടെ അങ്ങനെ ഒരുപാട് കൺസെന്റ് വേണം. അങ്ങനെ നമുക്ക് ലീഗലി അത് കിട്ടിയില്ല. ലാസ്റ്റ് മൊമെന്റ് നമുക്ക് അത് കയറ്റാൻ പറ്റിയില്ല. ശരിയാണ്. ഇതിൽ ലക്ഷ്മിക്ക് ഒരു ക്ലാരിറ്റി കുറവ്. കാരണം ഞാനിത് വീണ്ടും ചോദിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് ഒരുപാട് ലക്ഷ്മിയുടെ ഫാമിലി ഒരുപാട് ഇത് പറയുന്നു, ലക്ഷ്മിയുടെ ഹസ്ബൻഡ് ഒരുപാട് വീഡിയോസ് ഇടുന്നു. അപ്പം എനിക്ക് അങ്ങനെ ഒരു വീഡിയോ ആ സൈഡിൽ നിന്ന് വേണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേഷന്റെ കാര്യമായിട്ട് ഒന്നും അവിടുന്ന് വരാൻ ഒരു ഹെൽപ്പും വേണ്ടായിരുന്നു. ഹസ്ബൻഡിന്റെ ഒരു ഹെൽപ്പ് വേണ്ടെന്നല്ല, ഐ നെവർ വാണ്ടഡ് ഹിം ടു പുട്ട് ഓൺ എനി വീഡിയോ അബൌട്ട് മീ. ആവശ്യത്തിൽ കൂടുതൽ വീഡിയോസ് ഉണ്ട്.
റിയലി? അതായത് ലക്ഷ്മിയുടെ ഹസ്ബൻഡ് പറഞ്ഞു കുട്ടിയകത്ത് കയറ്റാൻ എനിക്ക് കൺസെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കിതൊരു ലീഗൽ ഇഷ്യൂ ആണ്. നമുക്ക് ഈ ഒരു സാധനം പ്രോപ്പർ ആയിട്ട് കൺസെന്റോ കാര്യങ്ങളോ ഇല്ലാതെ കയറ്റാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ലക്ഷ്മിയുടെ ബ്രദർ ഉണ്ടായിരുന്നു. ലക്ഷ്മിയുടെ ബ്രദർ ആവശ്യത്തിൽ കൂടുതൽ വീഡിയോസ് വേറെ എടുത്തിട്ടുണ്ട്. പുള്ളിക്കകത്ത് കയറ്റാൻ പറ്റില്ല. പക്ഷെ ലക്ഷ്മിക്ക് എന്താ തോന്നുന്നത്? ലക്ഷ്മിയുടെ 2 വയസ്സായ കുട്ടിയെ നമ്മൾ ഒറ്റയ്ക്ക് പുറത്ത് നിർത്തും? ഇല്ലല്ലോ. ഇല്ല. ഇതർ അമ്മയുടെ കൂടെ നിർത്തണം അല്ലെങ്കിൽ ബ്രദറിന്റെ കൂടെ നിർത്തണം അല്ലേ? സോ അതിലെന്തെങ്കിലും തെറ്റുണ്ടോ ബ്രദർ പുറത്തു നിന്നില്ലേ? ബ്രദർ പുറത്ത് ശരിക്കും ലക്ഷ്മിയെ കുട്ടിയെ അവിടെ റൂമിൽ വെച്ച് കാണിച്ചു എന്ന് തന്നെയാണ് അവതാരിക ഇപ്പോൾ ലക്ഷ്മിയോട് പറയുന്നത്. ലക്ഷ്മി അത് ശരിവെക്കുകയും ചെയ്യുകയാണ്. പിന്നെ കസിൻ ബ്രദറിനെ പുറത്തു നിർത്തിയത് എന്ന് പറയുമ്പോൾ നിയമപരമായി ഒരു കേസുകൾ നടക്കുന്ന സമയത്ത് 100% കൺസെന്റോ നിയമപരമായ പേപ്പറുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ അവരെ ബിഗ് ബോസിനകത്ത് കയറ്റി കാണിക്കാൻ വേണ്ടി പറ്റുകയില്ല. കാരണം അതൊരു പബ്ലിക് ഷോയാണ്. അതിനുമായി ബന്ധപ്പെട്ട് പിന്നെ കേസുകളോ കാര്യങ്ങളോ എന്തെങ്കിലും നൂലാമാലകളോ വന്നു കഴിഞ്ഞാൽ അവർക്ക് അതുമായി മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്വകാര്യമായ രീതിയിൽ അമ്മയെ കുട്ടിയെ കാണിച്ചതിന് ശേഷം തിരിച്ചു കൊണ്ടുവന്നത് എന്നുള്ളതാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവരുടെ കസിൻ ബ്രദർ നമ്മളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു കുട്ടിയെ കാണിച്ചില്ല എന്നും വലിയ തെറ്റാണ് അവർ ചെയ്തത് എന്ന രീതിയിലും കൽപ്പിച്ച് കൂട്ടിയാണ് ഏഷ്യാനെറ്റ് ഇത്തരം പരിപാടികൾ ചെയ്തത് എന്നും ഞങ്ങൾക്ക് 3 ടിക്കറ്റ് അയച്ചു തന്നിട്ടാണ് ഞങ്ങളെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് എന്നും ഒരാളെ കാണിക്കാൻ പറ്റൂ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളോട് അപ്പോഴേ പറഞ്ഞാൽ പോരെ എന്ന രീതിയിലൊക്കെ വലിയ ഒരു ചർച്ച അദ്ദേഹം സമൂഹ മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. ആ സമയത്ത് നമ്മളെല്ലാം തന്നെ തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ്. ഇത്തരത്തിലൊരു നിലപാട് ഏഷ്യാനെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് 100% തെറ്റാണ് എന്ന രീതിയിൽ തന്നെയാണ് 100% ആൾക്കാരും വീഡിയോ ചെയ്തതും അതിനെതിരെ പ്രതികരിച്ചതും എന്നുള്ളതാണ്. എന്നാൽ ഇതൊക്കെ യാഥാർത്ഥ്യത്തിന് വിരുദ്ധമാണ് എന്നുള്ളതാണ്. അവരുടെ 100% എല്ലാവിധ അനുഭവത്തോടു കൂടി തന്നെയാണ് അവർ ഓഡീഷന് വന്ന സമയത്ത് ഈ ഡിവോഴ്സ് പെറ്റീഷനെ പറ്റിയും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചും എല്ലാം അവർ സംസാരിച്ചിരുന്നു എന്നും ബ്രദറിനെ പുറത്താക്കിയതിൽ യാതൊരു തെറ്റുമില്ല എന്ന് ഇപ്പോൾ ലക്ഷ്മി തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. കാരണം അമ്മയെ അകത്തേക്ക് കയറ്റുന്ന സമയത്ത് കുട്ടി ഒറ്റയ്ക്ക് പുറത്തായി പോകരുത് എന്നുള്ള ഒരു കാരണം കൊണ്ട് തന്നെയാണ് കസിൻ ബ്രദറിനെ പുറത്തിരുത്തിയത്. കാരണം കുട്ടിക്ക് ഒരു കൂട്ട് എന്ന നിലക്കാണ്, അല്ലാതെ അതിൽ യാതൊരു തെറ്റും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് ലക്ഷ്മിയും അതുപോലെ തന്നെ ഈ അവതാരികയും ഇപ്പോൾ പറയുന്നത്. അത് തന്നെയാണ് 100% സത്യം. അതിനെ തീർച്ചയായിട്ടും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു രീതിയിൽ അന്ന് കസിൻ ബ്രദർ ചെയ്ത ആ വീഡിയോ കൂടി നമുക്ക് കാണാം. അപ്പോൾ അവർ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു ഏകദേശ രൂപം കിട്ടും. നമ്മൾ 3 പേരും കൂടെയാണ് അവസാനം ലാസ്റ്റ് പോയത്. ടിക്കറ്റ് എടുത്തത് ഏഷ്യാനെറ്റുകാരാണ്. കുഞ്ഞിന് ഇപ്പൊ 4.5 വയസ്സായി. അപ്പം നമ്മൾ ടിക്കറ്റ് അയക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഫോർമാലിറ്റിക്ക് വേണ്ടി നമ്മൾ ഓൾറെഡി അവൻ്റെ പാസ്പോർട്ടും അവൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റും അയച്ചു കൊടുത്തായിരുന്നു. നമ്മുടെ ആധാറും അയച്ചു കൊടുത്തു. അപ്പോൾ അതിൽ എവിഡൻ്റ് ആയിരുന്നു അവൻ്റെ വയസ്സ് എത്രയാണ്, അതിൻ്റെ അങ്ങനത്തെ അവൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ എവിഡൻ്റ് ആയിരുന്നു. പിന്നീട് എന്താണ് ഏജൻറ്റ് ആദ്യം അവർ പറഞ്ഞ റീസൺ, അവിടെ എത്തി നമ്മൾ കാരവാനിൽ നിന്ന് ഇറങ്ങി നമ്മളവിടെ എത്തിയപ്പോൾ അവർ ആദ്യം പറഞ്ഞ റീസൺ എന്ന് പറയുന്നത് ലക്ഷ്മിയുടെ ഹസ്ബൻഡും ലക്ഷ്മിയും ഡിവോഴ്സ് കേസ് നടക്കുന്നത് കൊണ്ട് ലക്ഷ്മിയുടെ മോനെ നമുക്ക് ഇങ്ങനെ കയറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ ലക്ഷ്മിയുടെ ഹസ്ബൻഡിനെ വിളിച്ചു, കോൺടാക്ട് ചെയ്തപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അങ്ങനെ ഒരു കേസ് ഇവിടെ നടന്നിട്ടില്ല, അവർ കേസ് ഫയൽ ചെയ്തിട്ടില്ല. പിന്നെ അവരെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഓർത്താണ് അപ്പോൾ തന്നെ ചേട്ടൻ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോ ഇറക്കി ഇത്രയും പേർക്ക് 13 അക്കൗണ്ടിലേക്ക് പുള്ളിക്കാരൻ മെയിൽ ചെയ്തു, ഏഷ്യാനെറ്റിൻ്റെ പല ആൾക്കാർക്കും. പിന്നെ അതേപോലെ ഒരു വാട്സപ്പിൽ ഒരു ലെറ്ററും അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പുള്ളി അപ്പോൾ തന്നെ ചെയ്തപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു കൺസേൺ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നും ലക്ഷ്മി അടുത്ത് കൊണ്ട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് കൺഫെഷൻ റൂമിലോട്ട് ലച്ചുവിനെ വിളിച്ചു. എന്നിട്ട് ലച്ചുവിൻ്റെ അകത്ത് ചോദിക്കുന്നുണ്ട്. ലച്ചു ഓക്കെ പറഞ്ഞിട്ടാണ് അവരും ഓക്കെ പറഞ്ഞ് സമനുവിനെയും ലക്ഷ്മണ അമ്മയും കൂടെ കാറിൽ കയറ്റി കൊണ്ടുപോയത്. കാറിൽ കയറ്റി കൊണ്ടുപോയി പകുതി എത്തിയിട്ട് ബ്ലാക്ക് ക്യാറ്റ്സ് ആണെന്നാണ് അവർ പറഞ്ഞത് എൻ്റെ അടുത്ത്. അവർ വന്നിട്ട് സമനുവിനെ മാത്രം എടുത്ത് മാറ്റിയിട്ട് കാറ് വിട്ട് പുള്ളിക്കാരോട് മുന്നോട്ട് പോകാൻ പറഞ്ഞു. അതായത് സമനുവിനെ അത് പ്രീ പ്ലാൻ ആയിരുന്നു. കാരണം എന്നെ വേറൊരു മുറിയിലോട്ട് ഇരുത്തിയപ്പോൾ എനിക്കതിൽ റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ വേറൊരു സ്ഥലത്തും ഇവർ രണ്ടുപേരും ഓൾറെഡി പോയെന്നാണ് ഞാൻ വെച്ചത്. കാരണം എനിക്ക് ബൈ പറഞ്ഞ് അവർ വിട്ടതാണ്. അപ്പോൾ ആ സമയത്താണ് സമനുവിനെ പിന്നെ അവിടുന്ന് അവർ പിക്ക് ചെയ്ത് നമ്മുടെ അടുത്ത് കൊണ്ട് എത്തിക്കുന്നത്. അവസാനം അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് അമ്മയ്ക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. അറ്റ്ലീസ്റ്റ് സമനുവിനെ കയറ്റില്ലെങ്കിൽ അവർക്ക് എന്നെ കയറ്റേണ്ടി വന്നത്. അതുകൊണ്ട് എന്നെയും കുഞ്ഞിനെയും കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ നല്ല പ്ലാൻഡ് ആയിട്ട് ചെയ്തൊരു സംഭവം. ഈ കസിൻ ബ്രദറിന്റെ ഈ ഒരൊറ്റ ബൈറ്റ് കാരണം കേരളത്തിൽ ഒരുവിധം എല്ലാവരും തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ആ കുട്ടിയെ അന്ന് അമ്മയെ കാണിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം. അദ്ദേഹം വാസവിരുദ്ധമായ കാര്യങ്ങളാണ് പുറത്തു വന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന് ലക്ഷ്മിക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണോ ഇനി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടാണോ പറഞ്ഞത് എന്ന് നമുക്കറിയില്ല. കാരണം ഇദ്ദേഹം ഡിവോഴ്സ് ചെയ്യുകയോ അവർ തമ്മിലുള്ള വൈവാഹിക ജീവൻ നടക്കുകയോ തുടരുകയോ നിർത്തുകയോ എന്തുവാണ് ചെയ്യട്ടെ, അതൊന്നും നമ്മളെ ബാധിക്കുന്ന യാതൊരു കാര്യവുമല്ല. പക്ഷേ ജനങ്ങളായ കോടിക്കണക്കിന് പ്രേക്ഷകർ കാണുന്ന ഒരു ഷോയാണ് ഈ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത്. അത്രയും കാണികളെ മണ്ടന്മാരാക്കി തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഈ വീഡിയോ റിയാക്ട് ചെയ്യാൻ വേണ്ടി എടുക്കാൻ വേണ്ടി നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാരണം. തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഈ ഒരു കാര്യത്തിൽ 100% ഈ കസിൻ ബ്രദറും ഹസ്ബൻഡും ജനങ്ങളെ തെറ്റിദ്ധരിക്കപ്പെടുക തന്നെ ചെയ്തു എന്നുള്ളത് തന്നെയാണ് സത്യം. 100% തെറ്റായ കാര്യങ്ങളാണ് അവർ പുറത്തു വന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും ലക്ഷ്മി ഈ കാര്യങ്ങൾ സത്യസന്ധമായി വിവരിച്ചതോടുകൂടി ഈ ഒരു പ്രശ്നം ഇവിടെ അവസാനിക്കുമെന്ന് നമുക്ക് കരുതാം. വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം, ബൈ.